രണ്ടാമത്തത് എന്താണെന്നറിയോ? എന്താ, നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആദ്യം ആലോചിക്കും, പലരുടെ അടുത്ത് ആലോചിക്കും, ചർച്ച ചെയ്യും, ആസൂത്രണം ചെയ്യും. അത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷനാണ്. എന്താണ്? അത് നടപ്പിൽ വരുത്തണം. സുബഹിക്ക് ഞാൻ ഇനി ഉറങ്ങിക്കിടക്കുന്നൊരു പ്രശ്നമില്ല. സുബഹി അതിനെക്കുറിച്ച് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടുന്നൊരു നമസ്കാരമാണ്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജമാഅത്തായി നീ അത് നിർവഹിച്ചാൽ, ഒരു രാത്രിയിൽ മുഴുക്ക ഒരു മനുഷ്യൻ നിന്ന് നമസ്കരിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി ഒരു മനുഷ്യൻ നിർവഹിക്കുമ്പോൾ അള്ളാഹ് എന്ത് പ്രതിഫലമാണോ ഈ മനുഷ്യന് നൽകാൻ ഉദ്ദേശിക്കുന്നത് അതിന് തത്തുല്യമായ പ്രതിഫലം ഈ ജമാഅത്തിൽ പങ്കെടുക്കുക. പടച്ചോനെ, ഈ റമദാനോടുകൂടി ഞാൻ ഇതാ ആരംഭിക്കുകയാണ്. ഞാൻ ഇനി എൻ്റെ സുബഹി ഒരിക്കലും പാഴാക്കില്ല. എൻ്റെ അടുത്ത പള്ളിയിലേക്ക്, എനിക്ക് കാൽ വച്ചാൽ കയറാവുന്ന ഏറ്റവും അടുത്ത ദൂരമുള്ള മസ്ജിദിലേക്ക് അല്ലാഹുവേ ഞാൻ അണഞ്ഞെത്തും. നിന്റെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം ചെയ്യും. നിന്നോട് ഞാൻ ചോദിക്കും, റബ്ബേ ഇത് എൻ്റെ ഏറ്റവും സന്തോഷകരമായ റമദാനായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുക? ഈ ആസൂത്രണം നടപ്പാക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതൊക്കെ ചെയ്യുക. രാത്രിയിലെ നമസ്കാരങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, തഹജ്ജുദ്, തറാവീഹ് നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ, സക്കാത്ത്. നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ നമ്മൾ തീരുമാനിച്ച ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഖുർആൻ ഓതാൻ ചില ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. എവിടം വരെ എത്തി ആലോചിക്കണം. റമദാൻ ഉണ്ടാകുമ്പോൾ എൻ്റെ ഖുർആൻ പാരായണം എവിടെ എത്തി? ചില ആളുകൾ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് അല്ലെങ്കിൽ ബക്കറ തൊട്ട് ഇങ്ങോട്ട് ആയിരിക്കും. ചില ആളുകൾ സൂറത്തുൽ നാസ് തൊട്ട് അങ്ങോട്ടായിരിക്കും. എങ്ങോട്ട് നിങ്ങൾ ഓതി തീർത്താലും എവിടം വരെ എത്തി എൻ്റെ ഖുർആൻ പാരായണം? ഇതിൽ കുറച്ച് ഭാഗങ്ങളെങ്കിലും ശ്രദ്ധയോടെ അർത്ഥത്തോടെ ഗ്രഹിക്കും വിധം ഓതാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് റമദാൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച നടക്കോ? അതുകൊണ്ട് പ്ലാനിങ് അഥവാ ആസൂത്രണം അഥവാ നെയ്യത്ത് സംശുദ്ധമാക്കണം. 2, എക്സിക്യൂഷൻ നടപ്പിലാക്കണമെന്നാണ്. ജമാഅത്തിന് ബാങ്ക് കേൾക്കുമ്പോൾ എനിക്കവിടെ എത്താൻ സാധിക്കണം. കോടികൾ കച്ചവടം ചെയ്യുന്ന മനുഷ്യന്മാരും ആ ബാങ്ക് കേൾക്കുമ്പോൾ അവിടെ എത്തണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. തൊഴിലാളിയും മുതലാളിയും തൊഴിൽ കൊടുക്കുന്നവൻ തൊഴിൽ ദാതാവും എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ സമന്മാർ. അവർക്കവിടെ പ്രത്യേകം ഇരിപ്പിടങ്ങളില്ല, പ്രത്യേക സഫുകളില്ല. ആദ്യം വരുന്നവർക്ക് ആദ്യം സുജൂദ് ചെയ്യാൻ പറ്റുന്ന വിധം അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് അണഞ്ഞ് ഓടിയെത്താൻ വിശ്വാസികൾക്ക് സാധിക്കണം. ഈ റമദാനിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളൊന്നാണ്.